കാലമായി CPM ഭരിച്ച് ഇവിടുത്തെ മുഴുവൻ പ്രശ്നങ്ങളെ, ജനകീയ പ്രശ്നങ്ങളെയൊക്കെ തന്നെ അഡ്രസ് ചെയ്യാതെ വൻ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ മാലിന്യ പ്രശ്നം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. ടൂറിസത്തിന് അനന്തമായ സാധ്യതയുള്ള കൊല്ലം പട്ടണം മാലിന്യ കൂമ്പാരമായി മാറി. ഇന്നിപ്പോ BJPയുടെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ, ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ അവർ മാലിന്യം മേയർക്ക് സമർപ്പിക്കുന്ന ഒരു സമര പരിപാടി സംഘടിപ്പിച്ചു. 200 മീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് CPM പറയുന്നത് കേട്ടുകൊണ്ട് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തടയുകയാണ്. വനിതാ കൗൺസിലർ ശ്രീമതി ശൈലജയെ അവരെ കാൽ വലിച്ചു കെച്ച് സമാധാനപരമായി വന്ന പ്രകടനത്തിൽ വന്ന കൗൺസിലറെ വലിച്ചു കെച്ച് വാഹനത്തിലേക്ക് കയറ്റി. അപ്പോൾ കൊല്ലം കോർപ്പറേഷനിലെ പ്രശ്നങ്ങളൊന്നും തന്നെ അഡ്രസ് ചെയ്യാൻ പാടില്ല. അതിന് സമരം വേണ്ട. ഞങ്ങൾ പ്രസംഗം അതിനിടയ്ക്ക് പോലീസ് മർദ്ദിക്കുകയാണ്. പോലീസ് ലാത്തിയുമായിട്ട് വന്നിട്ട് ഇവിടെ ഞാൻ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കുമ്പോഴേക്കും ഇതിന് ചുറ്റും നിൽക്കുന്ന പ്രവർത്തകരെ പിടിച്ചുകൊണ്ട് മർദ്ദിക്കുകയാണ്. അപ്പൊ കൊല്ലം കോർപ്പറേഷനിൽ CPM സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഒരു തിട്ടൂരം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. വനിതാ കൗൺസിലർമാരെ പുരുഷ പോലീസ് മർദ്ദിച്ചിട്ടുണ്ട്. ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ ഞങ്ങളുടെ സമരം ശക്തമായി മുന്നോട്ട് പോകും. മധ്യപ്രദേശിലെ ഇൻഡോർ കഴിഞ്ഞ 6 വർഷക്കാലമായി ഏറ്റവും നല്ല ക്ലീനസ്റ്റ് സിറ്റിക്കുള്ള അവാർഡ് ഇൻഡോർ വാങ്ങിക്കുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ ധരിച്ചിരുന്നപ്പോഴേക്കും മാലിന്യ സംസ്കരണ പദ്ധതി കൊണ്ടുവന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ സൂറത്ത് ഇതുപോലുള്ള കോർപ്പറേഷനുകൾ മാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കൊല്ലത്ത് വന്നിട്ട് കൊല്ലം ജില്ലയിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ കൊട്ടാരക്കരായാലും പുല്ലൂരായാലും ഒക്കെ തന്നെ ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായി യാത്ര ചെയ്യുകയാണ്. ചോദിക്കുമ്പോഴേക്കും കിഴക്കൻ മേഖലയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാട്ടുപന്നിയുടെ ശല്യമാണ്. ഞാൻ ഇവിടെ അത് പരാമർശിക്കുന്നില്ല. കാട്ടുപന്നിയുടെ ശല്യമാണ്. ഈ കൊല്ലം പട്ടണത്തിൽ ഉൾപ്പെടെ പറയുന്ന മറ്റൊരു പ്രശ്നമാണ് തെരുവ് നായ് പ്രശ്നം. കോർപ്പറേഷനിലെ ഭരണാധികാരി ഒരു കാര്യം ആലോചിച്ചു. നിങ്ങൾ മാലിന്യ പ്രശ്നമാണ് ഉയർത്തുന്നതെങ്കിൽ നാളെ കൊതുക് ശല്യവും തെരുവ് നായ് പ്രശ്നവും അതുപോലെ തന്നെ കോർപ്പറേഷനിലെ അഴിമതിയും ഇവിടുത്തെ മാഫിയയുമായുള്ള നമ്മുടെ കൂട്ടുകെട്ടെല്ലാമായിട്ട് ഒന്നൊന്നായിട്ട് ഞങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങൾ വരികയാണ്. ഈ തെരുവ് നായ് പ്രശ്നം അടിയന്തരമായിട്ട് പരിഹരിക്കണം. എങ്ങനെ പരിഹരിക്കാം? വന്ധ്യംകരണം നടപ്പിലാക്കണം. ഇവിടെ വന്ധ്യംകരണം നടപ്പിലാക്കുന്ന പ്രക്രിയ ഉണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല. ഉണ്ട്. അതാണ് പ്രശ്നം. ഗിരീഷ് പറയുകയാണ് അത് വീണ്ടും പ്രസവിക്കുന്നു. ഇത് എന്നാ പ്രശ്നം? ഞാൻ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ചെയ്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പോഴേക്കും ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ പ്രശ്നം നിങ്ങൾ കൈകാര്യം ചെയ്തത്? ഞങ്ങൾക്ക് അടുത്ത ഏതെങ്കിലും കോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യണം, എങ്ങനെയാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നിങ്ങൾ 10 വർഷം കാത്തിരിക്കണം. പക്ഷേ ആ 10 വർഷം കൊണ്ട് പൂർണ്ണമായിട്ട് ഇത് അവസാനിപ്പിക്കാൻ സാധിക്കും. നിങ്ങൾ കൃത്യമായിട്ട് വന്ധ്യംകരണത്തിന് ഷെൽട്ടറുകൾ നിർമ്മിക്കണം. ആ ഷെൽട്ടറുകൾ താമസിപ്പിക്കണം. അവിടെ ഡോക്ടർമാരെ അപ്പോയിന്റ് ചെയ്യണം. അവർക്ക് ഭക്ഷണം കൊടുക്കണം. 10 വർഷം കഴിയുമ്പോഴേക്കും അതിൽ നിന്നും നല്ല നായ്ക്കളെ തെരഞ്ഞെടുത്തിട്ട് വളർത്താനായിട്ട് താല്പര്യമുള്ളവർക്ക് കൊടുക്കണം. കൃത്യമായിട്ട് അതിനു വേണ്ടി തന്നെ കോർപ്പറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യണം. 10 വർഷം കൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള പരിഹാര മാർഗങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കെ ഈ ചണ്ടിമണ്ഡാരങ്ങളെ കൂടെ ഓരോ കോർപ്പറേഷനിൽ കയറിയിരുന്നുകൊണ്ട് തിന്ന് കൊഴുത്ത് കട്ടുമുടിക്കുക പ്രിയപ്പെട്ടവരെ. അതിനെതിരായിട്ടാണ് ഈ സമരം. ഞങ്ങൾ തീരുമാനിച്ചാൽ വരുമെന്ന്. ശബരിമലയിൽ ടോൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ശബരിമലയിൽ ഇപ്പൊ ടോളുണ്ടോ? ഞാൻ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ആയ സമയത്താണ് ഞങ്ങൾ പറഞ്ഞത് ശബരിമലയിൽ ടോളില്ല, എടുത്തു മാറ്റിയില്ലേ. അവിടെ സ്ത്രീകൾ കയറാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. യുവതികളെ പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആംബുലൻസിൽ നിങ്ങൾ വേഷം മാറ്റി കൊണ്ടുപോയി. അത് നിങ്ങൾ യുവതികളായിട്ടൊന്നും കാണുന്നില്ല. നിങ്ങൾ പകൽ വെളിച്ചത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ ആരാധനാ സമയത്ത് നിങ്ങൾക്ക് കൊണ്ടാ സാധിച്ചില്ല. ഇതൊക്കെ വലിയൊരു ശക്തിയാണ്. അതുകൊണ്ട് എന്റെ പൊന്നു ചേച്ചി ശൈലജ ചേച്ചിയെ പിടിച്ചോലെ ദേവിയധികാരം പിടിക്കാൻ പറ്റരുത്, സാധിക്കില്ല. ഇത് BJP ആണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഴിമതിയുടെ കൊത്തളങ്ങളിലേക്കൊക്കെ തന്നെ ഞങ്ങൾ വരാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത നാളുകൾ സംഭാവന ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം